കൊടൈക്കനാൽ ദ പ്രിൻസസ് ഓഫ് ഹിൽസ്. കൊടൈക്കനാലിൽ വരുന്ന സഞ്ചാരികളിൽ ഒട്ടുമിക്ക ആൾക്കാരും ഒഴിവാക്കി പോകുന്ന ഒരു വ്യൂ പോയിന്റാണ് വട്ടക്കനാലിൽ ഉള്ള ഡോൾഫിനോസ് വ്യൂ പോയിന്റ്. ഡോൾഫിനോസിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. കൊടൈക്കനാലിലെ ടൗണിൽ നിന്ന് നമ്മൾ പില്ലർ റോക്സ്, ഗുണ കേവ്സ് ഒക്കെ പോകുന്ന ആ റൂട്ടിൽ വട്ടക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഡോൾഫിനോസ് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ഇങ്ങോട്ടുള്ള ഈ വഴി വളരെ വീതി കുറഞ്ഞൊരു വഴിയാണ്. അതുകൊണ്ട് കാറിലൊക്കെ വരുമ്പോൾ സൈഡ് കൊടുക്കാനൊക്കെ പല സ്ഥലങ്ങളിലും വീതി വളരെയധികം കുറവാണ്. 2 വീലറിന് വരുന്നവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇവിടെ പൊതുവേ സീസൺ ടൈമിൽ പോലും ആൾക്കാർ വരുന്നത് വളരെയധികം കുറവാണ്. വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ട് വരത്തില്ലാത്തതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇവിടെ വരാറില്ല. പക്ഷേ വന്നാൽ തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇതുപോലെ റോഡിൻ്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് താഴോട്ട് പോകാൻ. ഇവിടുത്തെ ഈ കടകളുടെ ഇടയിലൂടെ കാണുന്ന ഈ ചെറിയൊരു നടപ്പ് വഴിയാണ് ഇനി നമുക്ക് താഴോട്ട് പോകേണ്ടത്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഇവിടുന്ന് നടക്കാനുണ്ട്. ഇതുപോലെ ചെറിയ വഴിയായതുകൊണ്ടും പോകുന്ന വഴി മുഴുവൻ കല്ലും വയരും ഒക്കെ നിറഞ്ഞതുകൊണ്ട് ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ എടുക്കും നമ്മൾ താഴെ നടന്നെത്താനായിട്ട്. പ്രായമായവരെയും കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോകാൻ കുറച്ച് പ്രയാസമാണ്. ഇതുപോലത്തെ മോശം വഴിയായതുകൊണ്ടും നടക്കുവാനൊക്കെ ഒരുപാട് പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൊടൈക്കനാലിൽ വരുന്ന സഞ്ചാരികൾ ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോകാൻ അധികം താല്പര്യപ്പെടാറില്ല. പക്ഷേ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് നമ്മൾ താഴെ ഇറങ്ങി ചെല്ലുവാണെങ്കിൽ അടിപൊളി കാഴ്ചകളാണുള്ളത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് മൗണ്ടൻ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാൽ ഹിൽ റേഞ്ചസ് ഒക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ വന്ന സമയമായത് നല്ല കോടയായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് കോട കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ലോങ് സൈറ്റ് വ്യൂ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ദൂരക്കാഴ്ചകളൊക്കെ മറച്ചെങ്കിലും താഴെ നിന്ന് അടിച്ചു കയറി വരുന്ന ഈ കോട കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. ഏകദേശം ഉച്ചയാറായിട്ട് പോലും ഇവിടെ ഇതാണ് ക്ലൈമറ്റ്. ഫുള്ള് കോട കയറി കിടക്കുന്നു. ഏതായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ കുറേ നേരം ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. ഇവിടുന്ന് ഇനി താഴോട്ട് പോകുന്ന വഴി ഫുള്ള് ഇതുപോലെ പൈൻമരക്കാടുകളാണ്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം വഴിക്ക് നല്ല രീതിയിലുള്ള വീതിയുണ്ട്. ഇവിടുന്ന് താഴോട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന അത്ര ബുദ്ധിമുട്ടില്ല. താഴേക്ക് വരുന്നതനുസരിച്ച് കോട നല്ല രീതിക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ നടന്ന് താഴെ എത്തിയിരിക്കുകയാണ്. ആ ദൂരെ കാണുന്ന ആ ഒരു പാറയാണ് നമ്മൾ ഡോൾഫിനോസ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഈ പാറയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഡോൾഫിൻ്റെ നോസ് പോലെയാണ്. ഇതിൻ്റെ വക്കത്തോട്ട് പോകുന്നതൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. ഇതിൻ്റെ 3 സൈഡിലോട്ടും കുഴിയാണ്. ഏതായാലും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ താഴെ വരെ വന്നത് വെറുതെ ആയില്ല. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആ വന്ന ക്ഷീണവും കാര്യങ്ങളും ഒക്കെ മാറ്റിക്കളഞ്ഞു. ഒരുപക്ഷെ ഇവിടെ ഇത്രയും കോട കയറി മൂടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടുള്ള ആ കാഴ്ചകൾ കൂടി നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ വക്കത്തോട്ടൊക്കെ പോകുന്നത് വളരെയധികം കുറവാണ്. ഇവിടെ ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വക്കത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല ക്യൂവും തിരക്കൊക്കെ ആയിരിക്കും. ഇന്ന് ഏതായാലും തിരക്കൊക്കെ വളരെ കുറവാണ്. കുറച്ചു നേരം ഇവിടുത്തെ കോടയും മഞ്ഞും ഒക്കെ കൊണ്ടതിന് ശേഷം പയ്യെ മുകളിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി. ഏകദേശം ഇവിടുന്ന് ഈ 3/4 മണിക്കൂറുകളോളം നടന്നെങ്കിൽ മാത്രമേ മുകളിലെത്താൻ പറ്റുള്ളൂ. താഴേക്ക് ഇറങ്ങി വന്ന പോലെ അത്ര ഈസി അല്ല മുകളിലേക്ക് കയറി പോകുവാനായിട്ട്. നടന്നു മടുക്കുമ്പോൾ അത്യാവശ്യം വെള്ളവും സ്നാക്സും ഒക്കെ കഴിക്കുവാനായിട്ട് ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ വ്യൂ പോയിന്റ് ഇപ്പോഴും അതുപോലെ തന്നെ കോട വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഇറങ്ങി വരുവാനും തിരിച്ച് കയറി പോകുവാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടൈക്കനാലിൽ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്പോട്ടുകൾ രണ്ടും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് കൊടൈക്കനാൽ ഹിൽസിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.